ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പേര് ഇന്ന് നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് ബിരിയാണി അരി ഒരു ഗ്ലാസ് ഉണ്ടാവും, പിന്നെ കുറച്ച് പാല്, 1 ലിറ്റർ പാല്, 2-3-4 അച്ച് വെള്ളം, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് ഏലക്കപ്പൊടി. ഇത്രയും സാധനങ്ങൾ മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണിത്, ഉണ്ടാക്കി നോക്കണം നിങ്ങൾ. അപ്പോൾ ഇനി കുക്കറിലേക്ക് ഈ അരി ഇട്ടിട്ട് നല്ലൊന്ന് കഴുകി നമുക്കൊരു 3 വിസിൽ, ഇച്ചിരി വേവുള്ള അരിയാണ് ബിരിയാണീൻ്റെ. അപ്പോൾ അതൊന്ന് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. എന്താ അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല വെന്തിട്ടുണ്ട് ചോറ്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ പായസം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അതാ ഏകദേശം ഒന്ന് ചെറുതായിട്ട് തള വരുന്നുണ്ട്. അപ്പം നമ്മളതിലേക്ക് തിളപ്പിച്ച് വെച്ച പാലാണ്, പശുമ്പാലാണ് കേട്ടത്. തിളപ്പിച്ച് വെച്ച പാല് തിളപ്പിച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ പച്ചപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് തിളപ്പിച്ച പാൽ തന്നെ ഒഴിക്കണം. ചില വെള്ളത്തിൽ പുളീൻ്റെ അംശം ഉണ്ടാവും, അതുകൊണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട്, ഞാനത് അധികം ലൂസാക്കുന്നില്ല, കുറച്ചിങ്ങനെ കുറുക്കിയിട്ടാണ്. അപ്പം എന്താ വെച്ചാൽ ഇത് പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ പാകത്തിന്. അപ്പം അങ്ങനെ ഇലയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒലിച്ച് പോകാത്ത രീതിയിൽ അങ്ങനെ കുറുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള പാല് ഒഴിച്ചിട്ട് ലൂസാക്കാം കേട്ടോ. അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാലൊക്കെ ശരി, ആദ്യം തിളപ്പിച്ച് വെച്ച പാലാണല്ലോ, അപ്പോൾ ഒന്ന് തിളച്ചാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ പായസം റെഡി ആയിട്ടോ. എന്താ നല്ല രുചിയാണത് കുടിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. അധികം ഈ അരി വേവേണ്ട ഒരു താമസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഏകദേശമായി. നമുക്കത് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് വെച്ച് പായസം റെഡിയായി കേട്ടോ. നല്ല രുചിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊന്ന് തണുത്തതിന് ശേഷം, ഞങ്ങൾ 4 മണിക്ക് ആണ് ഉണ്ടാക്കിയത്, 4-4:30 ആയപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു ഇല കൊണ്ടുവന്ന് കുറച്ച് പായസം ഒഴിച്ച് ഒരു പപ്പടം, ഒരു പഴവും വെച്ച് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല രുചി കേട്ടോ. ഒന്ന് പപ്പടം കൊണ്ട് പൊടിച്ചിട്ട് അതൊന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഉണ്ടോ, അത് കുഴച്ചിട്ട് ഉണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.